തീർച്ചയായിട്ടും മലയാളക്കര ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു ലാഗുമില്ലാതെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് കുടുംബവും മറ്റ് കുട്ടികളോടൊത്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു മികച്ച ചിത്രം. ഇതിലെ ഒരു സീൻ പോലും നമുക്ക് കൊള്ളില്ലെന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചിരിയോടുകൂടി തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു മികച്ച ചിത്രം തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. 100 കോടി ക്ലബിൽ ഈ ഒരു ചിത്രം കയറുന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. മലയാളക്കര ഏറ്റെടുത്തു എന്ന് പറയാം. ഈ 2 അളിയന്മാര് മലയാളക്കര ഏറ്റെടുത്തു. പൃഥ്വിരാജ് സുകുമാരൻ തീർച്ചയായിട്ടും ബേസിക് ജോസും കൂടി ചേർന്നപ്പോൾ നല്ലൊരു ചിത്രമാണ് മലയാളികൾക്ക് സമ്മാനിച്ച്. ബിപിൻ ദാസ് എന്ന സംവിധായകൻ ഈ ഒരു 2ാമത്തെ ചിത്രത്തിലും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു. മലയാളക്കര അദ്ദേഹത്തിന്റെ പേരും ചർച്ച ചെയ്യപ്പെടും. ഇനിയുള്ള ദിവസങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുള്ള ചിത്രം